സ്കൂളിലെ കുട്ടികൾക്ക് സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി വളർത്തു മൃഗങ്ങളെ നൽകുന്ന ഒരു അധ്യാപകനുണ്ട് മലപ്പുറത്ത്. അർഹരായ കുട്ടികളെ കണ്ടെത്തി നൽകി ഈ ഒരു സ്നേഹ സമ്മാനം നൽകുന്നത് വഴി നിരവധി കുടുംബങ്ങളുടെ കണ്ണീരൊപ്പാനും ഈ അധ്യാപകന് കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ് റൂമിലെ ബന്ധങ്ങൾക്കപ്പുറം ഒരു കഥ പറയുകയാണ് കുറ്റൂരിലെ ഒരു സ്കൂളിലെ അധ്യാപകൻ. കുട്ടികളോടൊപ്പം നിന്ന് കുട്ടികളുടെ അതിജീവനത്തിനൊപ്പം നിൽക്കുന്ന ഒരു അധ്യാപകനെയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ആ അധ്യാപകനെ തേടിയാണ് ഞങ്ങളുടെ ഈ യാത്ര. ഇതാണ് ഞാൻ പറഞ്ഞ സ്കൂൾ. ഇവിടെയാണ് ആ അധ്യാപകനുള്ളത്. കുറ്റൂർ നോർത്തിലെ MHM LPS സ്കൂൾ. അവിടുത്തെ രാജുമാഷിനെയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അതിജീവനത്തിനായി കുട്ടികൾക്ക് നൽകുന്നത് എന്താണെന്ന് അറിയണ്ടേ? അത് മാഷിനോട് തന്നെ ചോദിക്കാം. ഞാൻ പ്രധാനമായിട്ടും കൊടുത്തത് ആട്, പശു, പോത്ത്, താറാവ്, കോഴി, പിന്നെ എല്ലാ പെരുന്നാൾ അല്ലെങ്കിൽ ഉത്സവങ്ങളിൽ കുട്ടികൾക്ക് പുതിയ ഓണക്കോടി പോലെ കുട്ടികൾക്കുള്ള ഡ്രസ്സ് അങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ ചെയ്തത്. മുഖത്തിപ്പോഴും മായാത്ത ചിരിക്ക് പിന്നിൽ ഒരുപാട് മനുഷ്യരുടെ കണ്ണീരൊപ്പിയ കഥകളുണ്ട് രാജുമാഷിന് പറയാൻ. സ്കൂളിലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് പുതിയൊരു ഉപജീവന മാർഗം ഒരുക്കുകയാണ് ഈ അധ്യാപകൻ. കോവിഡ് കാലത്തിന് ശേഷമാണ് തന്റെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ രാജുമാഷ് അറിയുന്നത്. വെറുതെ പണം നൽകി സഹായിക്കുന്നതിന് പകരം ആ കുടുംബത്തിന് എന്നും നിലനിൽക്കുന്നൊരു വഴി വേണമെന്ന് മാഷ് ചിന്തിച്ചു. അങ്ങനെയാണ് സ്വന്തം പോക്കറ്റിൽ നിന്നും പണം മുടക്കി കുട്ടികൾക്ക് വളർത്തുമൃഗങ്ങളെ നൽകുന്ന പദ്ധതിക്ക് തുടക്കമാകുന്നത്. ഒരുപാട് പൈസ ചെലവാക്കി എന്നുള്ളതല്ല, നമുക്ക് ഒരുപക്ഷെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നിരിക്കും. ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു രക്ഷിതാവ് ആ കുട്ടിയെ 10 മണി മുതൽ 4 മണി വരെ അവൻ്റെ ഫാദറിനും മദറിനും അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് തുല്യമായിട്ട് ഈ കലാലയത്തിൽ ഏൽപ്പിച്ച് പോരുന്നതാണ്. എന്നുവെച്ചാൽ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുന്നു എന്നുള്ളതല്ലാതെ അവൻ്റെ വീട് തന്നെയാണ്, ഹോമാണിത്. ഇതിനായി മാനദണ്ഡങ്ങളോ കടലാസ് ജോലികളോ ഒന്നുമില്ല. ക്ലാസ് ടീച്ചർമാർ കണ്ടെത്തുന്ന യഥാർത്ഥത്തിൽ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് മാഷ് സ്നേഹത്തോടെ ഒരു വളർത്തുമൃഗത്തെ സമ്മാനിക്കും. മാഷിന്റെ ഈ ഉപജീവന പദ്ധതിയിലൂടെ കൈത്താങ്ങായത് നിരവധി കുട്ടികൾക്ക്. പ്രയാസങ്ങളെല്ലാം തരണം ചെയ്ത് ആ കുടുംബങ്ങൾ അല്പമെങ്കിലും പിടിച്ചു നിന്നത് ഈ നല്ല പ്രവൃത്തിയിലൂടെ ലഭിച്ച വരുമാനത്തിലൂടെയാണ്. ഇതവർക്ക് സ്വതന്ത്രവും അവരുടെ ഇഷ്ടമുള്ള പോലെ അവർക്ക് ഉപയോഗിക്കാം. ഞാൻ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്തി, പശു ഇപ്പോൾ എത്ര വളർന്നു, ഇപ്പോഴൊന്നും കൊടുക്കരുത്, 2 വർഷം കഴിഞ്ഞ് അങ്ങനെയൊന്നും ഞാൻ പറയലില്ല. അവർക്ക് എപ്പോഴാണോ ഉപജീവനത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്നത് ആ സന്ദർഭങ്ങളിൽ അവർക്ക് യുക്തമായ രീതിയിൽ ചെയ്യാം. അധ്യാപകരും മാനേജ്മെന്റും ഒരേ മനസ്സോടെ രാജുമാഷിനൊപ്പമുണ്ട്. പ്രകൃതിയും കുട്ടികളെയും മണ്ണിനെയും അടുത്തെറിയുന്ന രാജുമാഷ് നൽകുന്നത് കരുതലിന്റെ പുതിയ സ്നേഹമാതൃക. വിദ്യാർത്ഥി അധ്യാപക ബന്ധത്തിന്റെ മാതൃകയാണ് രാജുമാഷും കുട്ടികളും. രാജുമാഷിനെ പോലെ ചില അധ്യാപകരുണ്ട് നമ്മുടെ നാട്ടിൽ. ക്ലാസ് റൂമിനപ്പുറമുള്ള ബന്ധം അവരുടെ വിദ്യാർത്ഥികളുടെ ഹൃദയത്തിലേക്ക് വളർത്തിയെടുക്കുന്നവർ. അവർ തന്നെയാണ് ഈ നാടിന്റെ മാതൃകയാക്കേണ്ടവർ. മലപ്പുറത്ത് നിന്നും M. പ്രജിത്ത്, ഏഷ്യാനെറ്റ് ന്യൂസ്.